ബ്രോ MG സോമനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്നൊരു കമന്റ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്തു പുള്ളിയുടെ പ്രൈം എന്ന് പറയുന്നത് 70s 80s ഒക്കെയാണ്. അപ്പൊ അത്രയും പഴക്കം ചെന്ന കാലഘട്ടത്തിലെ സിനിമകളുമായി വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരു വീഡിയോ ചെയ്താൽ ശരിയാവില്ല എന്ന് തോന്നി. ബട്ട് പിന്നെ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് മൂപ്പരുടെ പേര് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് എന്താണോ വരുന്നത്, അല്ലെങ്കിൽ ഏത് സിനിമകളാണോ വരുന്നത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തുകൂടാ എന്ന്. 80s ഇദ്ദേഹം ചെയ്ത 2 സിനിമകളാണ് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. അതിലൊന്ന് മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരുടെ റൂംമേറ്റായി ഇദ്ദേഹം അഭിനയിച്ച അവിടുത്തെ പോലെ ഇവിടെയും എന്നൊരു സിനിമയാണ്. റൂംമേറ്റ്സായി വരുന്ന 2 പേർ അവരവരുടെ പെങ്ങളെ മറ്റേയാൾ കല്യാണം കഴിക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. ഒരു നൈസ് ഫാമിലി പടമാണ്. ഇനി അടുത്തത് ബോയിങ്. ഇദ്ദേഹത്തിന്റെ അത്യാവശ്യം കോമഡി ടച്ചുള്ള മറ്റൊരു കഥാപാത്രം. ഇനി 90s വന്നാൽ ആദ്യം പറയേണ്ടത് നമ്മുടെ നമ്പർ 20 മദ്രാസ് മെയിലിലെ RK നായർ. പിന്നെ അക്കരെ എന്ന സിനിമയിലെ കഥാപാത്രവും ഒപ്പം ആ ഫേമസ് ഡയലോഗും എവിടെ നിന്ന് വരുന്നടാ ഇവനൊക്കെ. അടുത്തത് എന്റെ സൂര്യപുത്രിക്ക് എന്ന അമല ശ്രീവിദ്യ സിനിമ. ആ പടത്തെ പറ്റി ഒറ്റ വാക്ക് പറയാം, വല്ലാത്തൊരു സ്ട്രേഞ്ച് ക്ലൈമാക്സ് ആണ് ആ സിനിമയുടേത്. ഇനി അടുത്തത് നമ്മുടെ കമ്മീഷണറിലെ നമ്മുടെ നായകന്റെ ഒരു മെന്ററും ഫാദർ ഫിഗറും ഒക്കെ ആയ IG ബാലചന്ദ്രൻ എന്ന കഥാപാത്രം. ഇനി അടുത്തത് ദ കിങ്ങിലെ അലക്സാണ്ടർ. മൂപ്പര പടത്തിൽ അധികമൊന്നും കാണിക്കുന്നില്ല, പക്ഷെ കാണിക്കുന്ന ചെറിയ സീനിൽ തന്നെ ആൾ എത്രത്തോളം പവർഫുൾ ആണ്, ഇൻഫ്ലുവൻഷ്യൽ ആണെന്ന് പല ഡയലോഗുകളിലൂടെയും പറഞ്ഞു പോകുന്നുണ്ട്. ഇനി അടുത്തതാണ് ദ മാസ്റ്റർ ഓഫ് ഓൾ. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം അഭിനയിച്ച കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രം. നല്ല ഹൈറ്റും വെയിറ്റും ഘനഗാംഭീര്യവുമുള്ള ഒരു നായകന്റെ സിനിമ. പക്ഷെ ആ നായകൻ തന്നെ പതുങ്ങി നിൽക്കുന്ന മറ്റൊരു കഥാപാത്രം. യെസ്, അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു ഈ പടത്തിൽ അദ്ദേഹത്തിന്റെ റോൾ. ആ പവർ മൊത്തം ഇദ്ദേഹത്തിന് കൊടുത്ത ഡയലോഗുകളിലും അത് അദ്ദേഹം പറഞ്ഞ രീതിയിലും നമുക്ക് ഫീൽ ചെയ്യും. എനിവേസ്, ഇവയല്ലാതെ ഇദ്ദേഹത്തിൻ്റെതായി നിങ്ങൾ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക.